സർ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തവിട് പൊടിയാക്കിയതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഒപ്പം ജെയ്ഷെ മുഹമ്മദിന്റെ ഒട്ടനേകം ഭീകരവാദികൾ, ഭീകര പ്രവർത്തകരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ആ ഒരു ആക്രമണത്തിൽ. ഇപ്പോഴിതാ ഇന്ത്യയുടെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേതാവ് എന്ന് പറയുന്ന കൊടും ഭീകരൻ മസൂദ് അസറിന് കോടികൾ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിരിക്കുകയാണ് പാക് സർക്കാർ എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട ഒരു ഭീകരന് 1 കോടി രൂപ വീതമാണത്രേ നൽകുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ പോകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്നുള്ളത്. അതിനൊപ്പം സിന്ധു വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നു. അതിലൂടെ അവരുടെ കാർഷിക പരമായിട്ട് സാമ്പത്തികപരമായി ഒട്ടനേകം നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനിടയിലും ഭീകരവാദത്തെ ഊട്ടിപ്പോറ്റാൻ തന്നെയാണ് പാകിസ്ഥാന്റെ തീരുമാനം എന്നല്ലേ ഈ റിപ്പോർട്ടുകളിലൂടെ തെളിയിക്കുന്നത്? പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്, ഒരു തെമ്മാടി രാഷ്ട്രമാണ്. അവര് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മതഭീകരത, ഭീകരവാദം ലോകത്തെ മുഴുവൻ വിറ്റിരിക്കുകയാണ്, ലോകത്തെ മുഴുവൻ സർവനാശത്തിലേക്ക് നയിക്കുകയാണെന്നുള്ള കാര്യം നമ്മള് ഗവൺമെന്റ്, മോദി സർക്കാർ പലവട്ടം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയിലും ലോക രാഷ്ട്ര തലവന്മാരോടും നമ്മൾ പലതവണ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഒരു അത്ഭുതമില്ല. നമ്മള് പാകിസ്ഥാൻ അവരുടെ നിലപാടിൽ അവർക്ക് പാഠം പഠിക്കാത്തതാണ്. എത്ര അടി കിട്ടിയാലും അവർ പാഠം പഠിക്കത്തില്ല എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ പ്രഹരം നമ്മളെ ഏൽപ്പിച്ചെങ്കിലും ഇവർ പിന്മാറുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യം. നമ്മള് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഇതിനെ നേരിടാൻ വേണ്ടി ആശയതലത്തിലും പ്രതിരോധ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇത്തരം ഭീകരവാദത്തെ എതിർക്കാൻ വേണ്ടി ലോകത്തെ തയ്യാറാക്കുക, ലോക മനസാക്ഷിയെ, ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഇത്തരം ഭീകരവാദത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ നേരത്തെ പ്രഖ്യാപിത നയമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ശരിയാണ്, വസ്തുതയാണെന്ന് ഇന്ന് ലോകത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം. അതാണ് പാകിസ്ഥാൻ നടക്കുന്ന സംഭവം. അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് നേരെ അവര് നടത്തുന്ന ആക്രമണം അത് ചുമ്മാ അവര് നടത്തുന്നതല്ല. ഇന്ത്യക്ക് അന്താരാഷ്ട്ര ഗൂഢാലോചനത്തിനുണ്ട്. നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം, ലോകത്തൊരു വൻശക്തിയായി വളരാൻ പാടില്ല. ആ വളരാൻ അതിൽ അസൂയുള്ള രാഷ്ട്രങ്ങളുണ്ട്. അപ്പൊ അവിടെ പല രാജ്യങ്ങളുടെയും പിന്തുണ ഇത്തരം ഭീകരവാദികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ ലബ്ധിയോടൊപ്പം തന്നെ നമുക്കറിയാം കാശ്മീരിന്റെ അവരുന്നയിച്ചിട്ടുള്ള അവകാശവാദം. ആ അവകാശവാദം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിച്ച നെഹ്റു സർക്കാർ കാശ്മീരിനെ അവിടെ അത് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ഭാഗമല്ല, എന്നാൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതൊരവസ്ഥയിൽ ഒരു പ്രത്യേക ഇന്ത്യക്കകത്ത് തന്നെ ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് തുല്യമായ ഭരണഘടനയിൽ ഇത്തരം എന്താ പറയുക വൃത്തികേടുകൾ ഉണ്ടാക്കി വെക്കുകയാണ്, പ്രത്യേക പദവി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മുടെ സർക്കാർ 2014 അധികാരത്തിൽ വന്ന് നമ്മുടെ മോദി സർക്കാർ നമുക്കറിയാം 370 റദ്ദാക്കിക്കൊണ്ടത് ഭാരതത്തിന്റെ പരമ അധികാരമുള്ള ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായി കേരളം പോലെയുള്ള മറ്റൊരു സ്റ്റേറ്റിന് തുല്യമായ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അതല്ലേ ഇതിന്റെ ഈ ഭീകരവാദത്തിന്റെ അടിവേരുകൾ മുറിച്ചു കളയാൻ, അതിന്റെ നാരായ വേരുകൾ പിഴുതെറിയാൻ വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇപ്പൊ നമുക്കറിയാം ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ ലോകത്തെ ഏതാണ്ട് 2 രാജ്യങ്ങൾ ഒഴിച്ച്, ഏതാണ്ട് 2 രാജ്യം, ഒന്നും നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള ചൈന, പിന്നെ തുർക്കി, ഈ 2 രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും നമ്മളോട് അപ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളോടൊപ്പമാണ് നിന്നത്. അത് തന്നെ നമ്മുടെ നയത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് ഇത് നമുക്കറിയാം, ഇന്ത്യ ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യം ഏതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇന്ത്യയെ പ്രധാനപ്പെട്ട 2 വെല്ലുവിളികളായി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച് താഴേക്ക് ജനങ്ങൾക്കിടയിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഒന്ന് ഇസ്ലാമിക ഭീകരത തന്നെയാണ്, ഭീകരവാദം. അവര് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ 25 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ കലാപങ്ങളാണ്, പ്രത്യേകിച്ച് UPA ഭരണകാലത്ത്, അതെല്ലാം കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുംബൈ ആക്രമണം അടക്കം, പാർലമെന്റ് ആക്രമണം അടക്കം, ഡൽഹിയിലെ ആക്രമണം അടക്കം, ഹൈദരാബാദിലടക്കം എത്രയോ ആക്രമണങ്ങളാണ്. 75, 100, 150 ആളുകൾ മരിച്ചു, കോടിക്കണക്കിലൂടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇന്ത്യയുടെ വ്യവസായ തലമായ മുംബൈ പട്ടണത്തെ പോലും തകർക്കുന്ന രൂപത്തിലുള്ള വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയത്. കഴിഞ്ഞ
ഈ 2014 ശേഷം അവർ കുറിയിലും അങ്ങനെയുള്ള 1-2 സ്ഥലങ്ങളിലാണ് അവർക്ക് ആക്രമിക്കാൻ പറ്റിയത്. അതിന് രാജ്യത്ത് പിന്നെ സ്ഫോടന പരമ്പരയായിരുന്നു UPA ഭരണകാലത്ത്. അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആയുധ ശക്തികൾ അവരെങ്ങനെയാണ് വരുന്നത്, ആക്രമിക്കാൻ വരുന്നത്? വിദേശ നിർമ്മിത AK-47 അടക്കമുള്ള അത്യാധുനിക തോക്കുകളും ഉഗ്ര പ്രഹരശേഷി സ്ഫോടന ശേഷിയുള്ള ബോംബുകളും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇന്ത്യക്കകത്ത്. അപ്പൊ ആ നിലയിൽ ഈ ഭീകരവാദ പ്രവർത്തനം രാജ്യത്ത് നിർബാധം നടത്തി ഭാരതത്തെ തകർക്കുകയാണ് ഒരു ലക്ഷ്യം. മറ്റേത് വേറെ അതിന്റെ പിന്നിൽ മറ്റേ ആക്രമണത്തിന്റെ ഭീകരത ഏതാണ് നമുക്കറിയാം. നമ്മുടെ ഡെറാഡൂൺ മുതൽ അങ്ങ് വടക്കേ അറ്റത്തുള്ള ഈ ഭാരതത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ഏതാണ്ട് വയനാട് വരെയുള്ള ഒരു കൊറിഡോർ, അത് ഏതാണ്ട് മധ്യപ്രദേശ്, UP, മധ്യപ്രദേശ്, അതുപോലെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടകം, നമ്മുടെ അങ്ങ് വയനാട് വരെയുള്ള പ്രദേശങ്ങളിലെ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ, പണ്ട് നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റുകൾ, അവരാരാണ്? മാവോ എന്ന് പറഞ്ഞാൽ ആരാ? ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ചൈനയിൽ കമ്മ്യൂണിസം നടപ്പാക്കിയത് മാവോയുടെ നേതൃത്വത്തിലാണ്. റഷ്യയിൽ വേറൊരാളാണ് ലെനിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ മാവോ ഞങ്ങളുടെ നേതാവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാർക്സിസമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റി, ഐഡിയോളജി എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് മാവോയിസ്റ്റുകൾ. ആ മാവോയിസ്റ്റുകൾ ഇവിടെ ഭാരതത്തിൽ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ മാവോയിസ്റ്റുകള് അവരുടെ കയ്യിരിക്കുന്ന ഏതാണ് ഉപകരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വിദേശ നിർമ്മിത AK-47 അടക്കമുള്ള സാധനങ്ങളാണ്, വിദേശ നിർമ്മിത ആയുധങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവര് സ്ഫോടന ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിക്കുന്നു, കുഴിബോംബുകൾ ഉപയോഗിക്കുന്നു. ഇവരുടെ വസ്ത്രത്തിൽ യൂണിഫോമിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവർ രണ്ടുപേരും സായുധ പോരാളികളാണ്. ഇസ്ലാമിക ഭീകരവാദികളാണെങ്കിലും മതഭീകരവാദികളാണെങ്കിലും ഈ പറഞ്ഞ മാവോയിസ്റ്റ് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും അതുപോലെ തന്നെ വെപ്പൺസുമാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം വിദേശ രാജ്യത്ത് നിർമ്മിക്കുന്നതാണ്. ഈ ഭീകരവാദികൾ, 2 തരത്തിലുള്ള ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതുകൂടാതെയാണ് നമ്മളിപ്പോ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന്. ഇതിന്റെ എല്ലാം വ്യാപനത്തിലൂടെ രാജ്യത്തെ എങ്ങനെ തകർക്കാം, നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ തകർക്കാം, രാജ്യത്തെ എങ്ങനെ പിന്നോട്ടടിക്കാം, രാജ്യത്തിന്റെ വികസനത്തെയും മുന്നേറ്റത്തെയും എങ്ങനെ തടയാമെന്നുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. അവരുടെ കോടാലിക്കൈകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഭീകരതയും, ഈ മാവോയിസ്റ്റ് ഭീകരത അതുപോലെ മതഭീകരതയും സമ്പൂർണമായും അതിനെ വേരോടെ പിഴുതെറിയുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. അതിൽ നമ്മൾ വിജയിക്കും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ വിജയിക്കും. അതിനു വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്തെ ഈ മതഭീകരവാദത്തെ എല്ലാ തലത്തിലും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ രാഷ്ട്ര സ്നേഹ പ്രചോദിതമായ ഒരു സർക്കാരിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യമാണ്. അതാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ നിലയിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് യാതൊരു അതിശയവുമില്ല, അത്ഭുതമില്ല. അവരങ്ങനെ ചെയ്തില്ലെങ്കിലാണ് അത്ഭുതപ്പെടുന്നത്. അവര് ഇതിലൊന്നും അവർ പാഠം പഠിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. വ്യക്തമാണ് സാർ. സാർ പറഞ്ഞതുപോലെ ഇതിൽ നിന്നൊന്നും പാകിസ്ഥാൻ പാഠം പഠിക്കില്ല എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ് കൊടുംഭീകരൻ മസൂദ് അസറിന് കോടികൾ നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരുങ്ങുന്നു എന്ന തരത്തിൽ പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും ഓരോ വാർത്തയും സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു.